ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹാസ്നേഹത്തിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കേവലം നിങ്ങളുടെ ബുദ്ധിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് സൗഖ്യമാക്കി അങ്ങനെ അങ്ങ് ഒഴുകിപ്പോകുന്ന ഒരു ശുശ്രൂഷ ആയിരിക്കത്തില്ല. നിങ്ങളെന്ന വ്യക്തിത്വത്തെ തന്നെ കംപ്ലീറ്റായിട്ട് സന്ദർശിക്കുന്ന ഒരു ശുശ്രൂഷയായിരിക്കും. ഇന്ന് പകലത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ചിന്തയാണ് ആത്മാവിൻ്റെ ഘടന എന്ന് പറയുന്ന ഒന്ന്. ആത്മാവിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ആത്മാവിന് പ്രത്യേകിച്ചൊരു ഘടനയുണ്ട് എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. ആത്മാവിൻ്റെ ഘടന ഇങ്ങനെയാണ്: അതൊരു ത്രികോണാകൃതിയിലാണ്, അല്ലെങ്കിൽ അതൊരു ചതുരാകൃതിയിലാണ്, അല്ലെങ്കിൽ അതൊരു വളയം പോലെയാണ്, അല്ലെങ്കിൽ അതൊരു പുക പോലെയാണ്. ഇങ്ങനൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല, കാരണം ആരും ആത്മാവിനെ കണ്ടിട്ടില്ല. എന്നാൽ ബൈബിൾ വ്യക്തമായി പറയുന്നു ആത്മാവ് ഉണ്ട്. ആത്മാവുണ്ട്. അപ്പം ഇന്ന് പകൽ ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ ഒരു സ്പിരിച്വൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മനുഷ്യരിലുണ്ടാകുന്നു. അപ്പോൾ ഇത് വളരെ വല്ലാത്തൊരു വാക്കാണ്. കാരണം സ്പിരിറ്റിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിന് എന്ത് ഷേപ്പാണെന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പം അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടൊരു ആകൃതി ഉള്ളതായിട്ട് ബൈബിൾ പറയുന്നുമില്ല. എന്നാൽ ആത്മാവുണ്ട് എന്നും പറയുന്നു. അപ്പം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്തു നിന്ന് ഉദ്ദേശിച്ചത് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും അല്ലാതെയും കൂടുതലായി പ്രാർത്ഥനാ സമയങ്ങൾ ചിലവിട്ടിരിക്കുന്നവർക്കും വളരെ വലിയ അളവിലുള്ള ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും, ഒരു ഇൻസൈറ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ചിന്ത. തെസ്സലോനിക്കർക്ക് ഒന്നാമത്തെ ലേഖനം പൗലോസ്ലീഹ എഴുതിയപ്പോൾ അതിൻ്റെ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ്റെ ഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ഘടനകളുണ്ട്. ഇപ്പം ഞാൻ എന്ന മനുഷ്യന്, നിങ്ങൾ എന്ന മനുഷ്യന് ഒരു വ്യക്തിത്വം ഉള്ളതുപോലെ തന്നെ അവനൊരു ഘടനയുണ്ട്. ആ മനുഷ്യൻ എന്നൊരൊറ്റ വാക്കുകൊണ്ട് അർത്ഥമാക്കുമ്പോൾ അവനെ 3 ഘടകങ്ങളോടുകൂടെ ചേർത്താണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ അവനെ മനുഷ്യൻ എന്ന് പറയാനായിട്ടോ ജീവനുള്ള മനുഷ്യൻ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ബൈബിൾ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇത് 3 സംരക്ഷിക്കപ്പെടേണ്ട, ഇത് 3 പ്രിസർവ് ചെയ്യപ്പെടേണ്ട ഒന്നാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ വ്യക്തമായി പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്നത് സാധാരണ ഒന്നല്ല. ഒരു മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. 1 ആത്മാവ്, 2 ദേഹി അല്ലെങ്കിൽ പ്രാണൻ, 3 ദേഹം, ശരീരം. ഇതിൽ ആത്മാവ് ദൈവത്തോടുകൂടെ ബന്ധപ്പെടാനും, പ്രാണൻ അവൻ്റെ വികാരങ്ങളും ഇച്ഛകളും അവനിലേക്ക് നൽകാനും അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാനും, ശരീരം ഭൂമിയുമായി ബന്ധപ്പെടാനും വേണ്ടിയിട്ട് ദൈവം തന്നെ മനുഷ്യനിൽ വെച്ച സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ട്രൈക്കോട്ടമിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മാൻ ഈസ് എ ട്രൈക്കോട്ടമി. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. അവൻ്റെ 3 ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇതിൽ സ്പിരിറ്റിന് എങ്ങനെയാണ് ഘടന നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ സ്വാഭാവികമാകുന്ന അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കുക. ഒരിക്കലും സ്പിരിറ്റിൻ്റെ ഷേപ്പിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം അത് മനുഷ്യനിർമ്മിതമല്ല, അത് ദൈവോൽപാദിതമാണ്. അത് മനുഷ്യനിർമ്മിതമല്ല. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഈ കാതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസം വരുത്താം. ഞാൻ പണ്ട് കാതിൽ കമ്മലിട്ടുകൊണ്ട് നടന്നവനാണ്. ഇപ്പോഴും അതിൻ്റെ പാടിതിലുണ്ട്. എനിക്ക് വ്യത്യാസം വരുത്താം. കാരണം എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച സമയത്തുള്ള ഘടനയല്ല. ഞാൻ അതിനകത്തൊരു കിഴുത്ത ഇട്ടേച്ച് അതിനകത്ത് ഞാൻ പല നിറത്തിലുള്ള കടുക്കനും കമ്മലുകളും സ്റ്റഡും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നൊരു കാലം. എൻ്റെ
ചെവിയുടെ കാതിൻ്റെ സ്വാഭാവികതയെ ഞാനൊന്ന് മാറ്റി. എനിക്ക് വേണമെങ്കിൽ എൻ്റെ മുഖത്തിൻ്റെ സ്വാഭാവികതയൊന്ന് മാറ്റാം. ഈ താടിയും മീശയൊക്കെ ഒന്ന് എടുത്താൽ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് എനിക്ക് മാറ്റിയെടുക്കാം, വേറൊരു രൂപം പോലെ ആക്കിയെടുക്കാം. എനിക്ക് എൻ്റെ ബോഡിയുടെ സ്ട്രക്ചർ വേണമെങ്കിൽ ഒന്ന് മാറ്റാം. ഒന്ന് നന്നായിട്ട് ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്താൽ എൻ്റെ ഈ ബോഡിയുടെ ഷേപ്പൊക്കെ ഒന്ന് മാറും. എന്നാൽ എന്തൊക്കെ ചെയ്താലും ദൈവം എനിക്ക് തന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് രൂപഭേദം വരുത്താൻ കഴിയത്തില്ല. പിന്നെ എന്താണ് അവിടെ നമ്മുടെയൊക്കെ ആത്മാവിന് സംഭവിക്കുന്നതും ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന പലർക്കും സംഭവിച്ചിരിക്കുന്നതും? നിങ്ങളിൽ ആർക്കും പറയാനൊക്കത്തില്ല എൻ്റെ ആത്മാവ് 100% ചാർജാണ്, നല്ല പുള്ളിങ്ങിലാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. കാരണം ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കാണ് ചിന്തിക്കുന്നത്, എൻ്റെ ആത്മാവിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാൽ താഴേക്ക് വായിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യത്തിനകത്തുനിന്ന് നമ്മൾ അത് മനസ്സിലാക്കണം. ഇതിനകത്ത് സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവ് ഫുൾ കണ്ടീഷൻ ആണെങ്കിൽ, നമ്മുടെ സ്പിരിറ്റ് പൂർണ്ണമായിട്ടും ശക്തമാണെങ്കിൽ, ഫുൾ കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവൻ കണ്ണടച്ച് വായി തുറക്കുമ്പോൾ തന്നെ അവൻ്റെ സ്പിരിറ്റ് ഹെവൻലി റിലവുമായിട്ട് കണക്റ്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അവൻ കാരണം അവൻ്റെ ദൈവവുമായി ബന്ധപ്പെടാനുള്ള ശേഷി ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഒരൊറ്റ ശേഷിയുടെ ബലത്തിലാണ് ഏലിയാവ് 450 പ്രവാചകന്മാരുടെ മുമ്പിൽ വെല്ലുവിളിച്ചത്. നിങ്ങൾ ഇത്രയും പേരുണ്ട്, ഞാൻ യഹോവയുടെ പ്രവാചകനായി ഒരുത്തൻ മാത്രം, നിങ്ങൾ വിളിക്ക്, ഞാനും വിളിക്കാമെന്ന് പറഞ്ഞത് ഈ ഒരൊറ്റ ശേഷിയുടെ ബലത്തിലാണ്. ഞാൻ ആരംഭത്തിലൊന്ന് പറഞ്ഞോട്ടെ, മുമ്പിൽ 450, 4500, 45,000, 4.5 ലക്ഷമോ അതൊരു വിഷയമല്ല. ആത്മീയ ശേഷിയുള്ളവൻ്റെ മുൻപിലാണ് ഈ പറയുന്നതൊക്കെ വന്ന് നിന്നാലും ദൈവാത്മാവിൻ്റെ ശേഷിയിൽ കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച്, ഒരഭിഷിക്തനെ സംബന്ധിച്ച്, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവനാരുടെ ചലഞ്ചും ഏറ്റെടുക്കാൻ സാധിക്കും. ആ ദൈവാത്മാവുമായി ബന്ധപ്പെടാൻ ശേഷിയുള്ളവനായിരിക്കും ആ ഡീലിൽ അല്ലെങ്കിൽ ആ ചലഞ്ചിൽ ജയിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും പേരും കഴിയുന്നിടത്തോളം ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ പേക്കൂത്തുകളൊക്കെ കാണുമ്പം സ്വാഭാവികമായി ഇറിറ്റേറ്റഡ് ആകും. ഒരേ സമയം 3 ഘടകങ്ങളുള്ള മനുഷ്യനായ ഏലിയാവിൻ്റെ ആത്മാവും പ്രാണനും ശരീരവും ഇറിറ്റേറ്റഡ് ആകും. വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുവാടാ കാണിക്കുന്നതെന്ന് പറഞ്ഞ് കല്ലെടുത്തെറിയാം, ചീത്ത പറയാം, എന്തും ചെയ്യാം. എന്നിട്ടും ചില രീതിയിൽ ഏലിയാവ് അവിടെ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞാൽ അവരെ പരിഹസിച്ചു. അത് ശരിക്കും അതിൻ്റെ പ്രാണനിൽ നിന്ന് വന്ന ഒരു പ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാണനിൽ നിന്ന് നിങ്ങളുടെ ദൈവം വെളിക്ക് പോയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിച്ചത് ശരിക്കും നിങ്ങൾ നോക്കിക്കോ, ഒരേ സമയം ആത്മാവിനും അതേ സമയം മനസ്സിനും ചൂട് പിടിച്ചൊരു മനുഷ്യൻ്റെ വികാരമാണ്. എന്നാൽ അവിടെ ആത്മസംയമനം പാലിച്ച ഏലിയാവിനെ ഞാൻ നിങ്ങൾ നോക്കി പഠിക്കണം. 450, 45,000 പോട്ടെ 4 പേരെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ വന്ന് നമ്മെ ഇറിറ്റേറ്റ് ചെയ്താൽ ഇളകിപ്പോകാത്ത തരത്തിൽ ആത്മാവ് കൊണ്ട് മനസ്സിനെയും അവയവങ്ങളെയും ശരീരത്തെയും ബന്ധിപ്പിച്ച് സ്പിരിറ്റ് കൺട്രോളിൽ മുൻപോട്ട് പോകാൻ ഏലിയാവിനെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിരുന്നു. 2, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ പരീശന്മാരും തത്വശാസ്ത്രജ്ഞന്മാരും എല്ലാവരും, ഒരു യഹൂദ ജനങ്ങൾ മുഴുവനും, ഇസ്രായേൽ ജനം മുഴുവനും എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല, ഒരു വലിയ കൂട്ടം, ആരാ? അനുകൂലിക്കുന്നവരല്ല, പ്രതികൂലിക്കുന്നവരെല്ലാവരുടെയും നടുവിൽ അർദ്ധനഗ്നനായ യേശു കർത്താവിനെ അവിടെ ചോദ്യം ചെയ്യുകയും അടിക്കുകയും തുപ്പുകയും കുത്തുവാക്ക് പറയുകയും ചെയ്യുന്ന സമയത്ത് ഏലിയാവിൻ്റെ അത്രയും പോലും സംസാരിക്കാതെ വായടക്കിയിരുന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണം, ചെയ്യാത്ത കുറ്റമാണ് യേശുവിൻ്റെ മേൽ ആരോപിക്കുന്നത്, പറയാത്ത കാര്യമാണ് പറഞ്ഞു എന്ന് പറയുന്നത്,
ചിന്തിക്കാത്ത കാര്യമാണ് ചിന്തിച്ചു എന്ന് പറയുന്നത്. ഉദ്ദേശിക്കാത്ത കാര്യമാണ് ഇവൻ നടപ്പിലാക്കി എടുത്തു എന്ന് പറയുന്നത്. നിങ്ങൾക്കോ എനിക്കോ നമ്മൾ വായടച്ചിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നണം. എന്നാൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാൻ ഈ ചെയ്തതൊക്കെ ഇവരുടെ നന്മയ്ക്കാണെന്ന് അറിഞ്ഞിട്ടും ഇത് മനസ്സിലാക്കാതെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതിരോധിക്കില്ലേ, പ്രതികരിക്കില്ലേ, മാനുഷികമായി പ്രതികരിക്കില്ലേ, നമ്മൾ അങ്ങോട്ട് വഴക്കുണ്ടാക്കില്ലേ? എന്നിട്ട് നമ്മൾ പറയത്തില്ലേ, ന്യായം എൻ്റെ ഭാഗത്തായതുകൊണ്ട് എനിക്ക് അല്പം ദണ്ണം കൂടുതലായിരുന്നു എന്ന് നമ്മൾ അതിനെ ന്യായീകരിക്കില്ലേ? എന്ന് ഇവിടെ ശ്രദ്ധിക്കൂ. കർത്താവായ യേശു ക്രിസ്തു വായനക്കുന്നില്ല. അർത്ഥം, ആത്മാവ് കൊണ്ട് മനസ്സിനെയും പ്രാണനെയും പ്രാണന്റെ മേഖലയിൽ കിടക്കുന്ന മനസ്സ്, ഇച്ഛ, വികാരങ്ങളെയും അതിൽ നിന്ന് പ്രതികരിക്കുന്ന സംവിധാനമാകുന്ന വായ്, നാവ്, ശരീരം, കരങ്ങൾ എന്നിവയെയും നിയന്ത്രിക്കുവാൻ യേശു കർത്താവിനെയും ഹോളി സ്പിരിറ്റ് ട്രെയിൻ ചെയ്തിരുന്നു. ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ജയം കിടക്കുന്നത് ഇവിടെയാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജയം തീരുമാനിക്കപ്പെടുന്നത് ഈ മേഖലയിലാണ്. മോശ ഇതുപോലെ ആയിരുന്നില്ല. മോശയ്ക്ക് ആത്മാവുണ്ടായിരുന്നു, അഭിഷേകം ഉണ്ടായിരുന്നു, പ്രവചനം ഉണ്ടായിരുന്നു, ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ആള് സെന്റിമെന്റലി വയലന്റ് ആകുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഇമോഷണലി വയലന്റ് ആകുന്ന ഒരാളായിരുന്നു. ആള് ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു, പെട്ടെന്ന് കോപിക്കുന്ന ഒരാളായിരുന്നു. ഒരൊറ്റ അടിക്ക് ഒരു മനുഷ്യനെ കൊന്ന് മണ്ണിനടിയിൽ പൂഴ്ത്തി വയ്ക്കത്തക്കവണ്ണം ഭയങ്കരമായിട്ട് കോപശീലനായിരുന്നൊരു മനുഷ്യനായിരുന്നു മോശ എന്ന് പറയുന്നത്. തൽഫലമായി വാഗ്ദത്ത ദേശം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല, കനാനിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. നോക്കൂ, നമ്മുടെ പലരുടെയും ബ്ലെസ്സിങ്സ് ബ്ലോക്ക് ആകുന്നത്, നമ്മുടെ പലരുടെയും അനുഗ്രഹങ്ങളൊക്കെ തടയപ്പെടുന്നത് ഇവിടെ എവിടെയൊക്കെയോ ഉള്ള ചില അശ്രദ്ധയോ, ഇവിടെ എവിടെയൊക്കെയോ ഉള്ള ചില വീഴ്ചകളോ, ഇവിടെ എവിടെയൊക്കെയോ ഉള്ള നമ്മുടെ ശ്രദ്ധയില്ലായ്മയോ ആണ്. എന്നാൽ ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഈ 21 ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉപവാസത്തിലായിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മളെ ഇളക്കാനും നമ്മളെ അസ്വസ്ഥപ്പെടുത്താനും നമ്മളെ മനസ്സിലാകാത്തതുപോലെ സംസാരിക്കാനും ഒക്കെ ചിലരെയൊക്കെ, ചിലപ്പോൾ വീട്ടിനകത്തുള്ളവരെയൊക്കെ തന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നാലും കർത്താവിൻ്റെ ക്രൂശിനോടുകൂടെ ചേർന്ന് നിന്ന്, ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് ഈ ദിവസങ്ങൾ വിജയകരമാക്കാൻ നിങ്ങൾ ശ്രമിച്ചോണം. രണ്ട് സ്പിരിറ്റ് വളരെ പവർഫുൾ ആണെങ്കിൽ, അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു നമ്മുടെ ആത്മാവിൻ്റെ ഘടന അല്ലെങ്കിൽ ആത്മാവ് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ദൈവവുമായി സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കണക്റ്റ് ആകാൻ സാധിക്കും. രണ്ട്, നമുക്ക് ഭയങ്കര ആത്മീയ ബോധമുണ്ടാകും. നമുക്ക് വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ഭയങ്കര കൺസേൺഡ് ആയിരിക്കും. നമുക്ക് ഭയങ്കരമാകുന്നൊരു ആത്മീയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം, ആത്മാവിൻ്റെ ഘടന നഷ്ടമാകുമോ? ശാരീരികമായിട്ട് ഇല്ല, ആത്മാവിൻ്റെ ഘടന നഷ്ടമാകുകയില്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചിലർ ആത്മാവിൽ ഭയങ്കരമായിട്ട് കത്തുന്നു, ചിലർ ആത്മാവിൽ മങ്ങുന്നു, ചിലർ ആത്മീയമായി വീഴുന്നു, ചിലർ ആത്മീയമായി കെട്ടപ്പെടുന്നു, ചിലർ ആത്മീയമായി പ്രതികരണശേഷിയില്ല. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശാരീരികമായി ആത്മാവ് ഇല്ലാതാകുന്നില്ല, കാരണം അത് ശാശ്വതമായ ഘടകമാണ്. ദൈവം അമർത്യനായി തുടരുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അമർത്യമാണ്. ദൈവം അക്ഷയമായി തുടരുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവും അക്ഷയമാണ്. അതിന് ദ്രവത്വം സംഭവിക്കുന്നില്ല, ക്ഷയിച്ചു പോകുന്നില്ല, അത് ചുളുങ്ങിപ്പോകുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ പാർപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജ് ഓൺ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഫ്രീസർ വർക്കിംഗ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിറ്റേ ദിവസം എടുത്തിരിക്കുന്ന സമയത്ത് വേറൊരു പരുവത്തിലിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അകത്ത് ദൈവം സെറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നാം കൈകാര്യം ചെയ്യുന്നത്, ഡീല് ചെയ്യുന്നത് കറക്റ്റ് ടെമ്പറേച്ചറിൽ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡേ അല്ല എന്നുണ്ടെങ്കിൽ, അത് മറ്റൊരവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടും. ഫിഷ് ജന്മന അങ്ങനെ അല്ല. നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴും അത് പച്ചയുള്ളതാ. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്ത വിധം ശരിയല്ലാത്തത് കൊണ്ടാണ് അത് വേറൊരു രൂപത്തിലേക്കായിപ്പോയി, വേറൊരു അവസ്ഥയിലേക്കായി. അത് പിന്നെ കൊള്ളത്തില്ല. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ശരീരത്തിനകത്ത് ദൈവം ഫിറ്റ് ചെയ്ത് തന്നേക്കുമ്പോൾ, ബാക്കി ഞാൻ അതിനെ കറക്റ്റ് ടെമ്പറേച്ചറിൽ
അത് കറക്റ്റ് ക്ലൈമറ്റിൽ അതായിരിക്കേണ്ട അതിൻ്റെ സ്വാഭാവികത്വം നഷ്ടപ്പെടുത്താതെ അതിനെ കൊണ്ട് നടക്കേണ്ട വിധത്തിൽ ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ അത് വേറൊരവസ്ഥയിലേക്ക് മാറും. അങ്ങനത്തെ അവസ്ഥയിൽ പെട്ടിരിക്കുന്നവർ ഈ മീറ്റിങ്ങിലുണ്ട്. സ്പിരിറ്റ് എൻ്റെ സ്പിരിറ്റിൻ്റെ അവസ്ഥയിലല്ല ഒരുപക്ഷെ നിങ്ങളിരിക്കുന്നത്, നിങ്ങളുടെ സ്പിരിറ്റിൻ്റെ അവസ്ഥയിലല്ല നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഗാലറിയിലുള്ള ഒരു വ്യക്തി ഇരിക്കുന്നത്, ആ അവസ്ഥയിലായിരിക്കില്ല നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന വേറൊരു വ്യക്തി. വ്യത്യാസം സംഭവിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചറാണ് നഷ്ടപ്പെടുന്നത്. സ്പിരിറ്റിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെടുന്നതേ ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവം നമുക്ക് തന്ന ആത്മാവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ദൈവം മനുഷ്യന്റെ മൂക്കിൽ ശ്വാസമൂതി. അങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. അതിന് ഒരിക്കലും രൂപമാറ്റം സംഭവിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇത് എവിടെ മരിച്ച കാര്യമാണ് പറയുന്നത്? ഇവിടെ ആത്മാവിൽ മരിച്ച കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിക്രമങ്ങളും പാപങ്ങളുമാണ് ഒരു വ്യക്തിയുടെ സ്പിരിറ്റിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ നഷ്ടമാക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സ്പിരിറ്റിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ നഷ്ടമാക്കാൻ ഒരുപക്ഷെ നിങ്ങളുടെ അതിക്രമമാകണമെന്നില്ല, വേറെ ചിലർ നിങ്ങൾക്ക് ദൈവം കെട്ടിയ വേലിയോ നിങ്ങൾ വെച്ചിരിക്കുന്ന ബൗണ്ടറിയോ പോലും അതിക്രമിച്ച് കടന്ന് നിങ്ങളെ വാക്കുകൊണ്ട് അറ്റാക്ക് ചെയ്ത്, നിങ്ങളെ ആരോപണങ്ങൾ കൊണ്ട് അറ്റാക്ക് ചെയ്ത്, നിങ്ങളെ പരിഹസിച്ച് അറ്റാക്ക് ചെയ്ത്, നിങ്ങളുടെ അകത്ത് ഇരിക്കുന്ന പഴയ മനുഷ്യനെ കുത്തി ഇളക്കി നിങ്ങളുടെ വായി കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കാത്തത് പറയിച്ച് നിങ്ങളെ ഒരു വലിയ കുറ്റബോധമുള്ളൊരു മനുഷ്യനാക്കി നിങ്ങളുടെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുത്തത്തക്ക നിലയിൽ ശത്രു ഉപയോഗിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് ദൈവം ഡീൽ ചെയ്യും. അത് നിങ്ങളുടെ ഭർത്താവാണെങ്കിലും, നിങ്ങളുടെ ഭാര്യ ആണെങ്കിലും, നിങ്ങളുടെ മക്കളാണെങ്കിലും, നിങ്ങളുടെ നെയ്ബേഴ്സ് ആണെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ് സർക്കിളിൽ നിന്നാണെങ്കിലും, നിന്നെ ആത്മീയമായി ഉയരാൻ സമ്മതിക്കാതെ, നിന്നെ ആത്മീയമായി ശോഭിക്കാൻ സമ്മതിക്കാതെ, നിങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലൊന്ന് ക്രമത്തിൽ നിൽക്കാൻ സമ്മതിക്കാതെ വീണ്ടും പഴയ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് വലിച്ചോണ്ട് പോകുന്നതിനെയെല്ലാം ദൈവത്തിന്റെ കരം ഡീലി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആത്മാവിന് വേണ്ടുന്ന ക്ലൈമറ്റും ടെമ്പറേച്ചറും എല്ലാം സെറ്റ് ചെയ്യും. പക്ഷെ ചെകുത്താൻ ചെയ്യുന്ന എന്നാന്നറിയാവോ? ഞാൻ എന്ന മനുഷ്യൻ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും ടെമ്പറേച്ചറും ആ ചെകുത്താൻ മാറ്റും, ട്യൂൺ ചെയ്യും. എനിക്ക് ആവശ്യം, ഇപ്പൊ എനിക്ക് കാട്ടിൽ പോയിരുന്ന് എനിക്ക് ദൈവത്തെ വിളിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്നേ വിളിക്കാൻ പറ്റൂ. അപ്പൊ ഞാനാകുന്ന ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന, സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യനാകുന്ന ഞാൻ താമസിക്കുന്ന എൻ്റെ പാർപ്പിടം, ഇവിടത്തെ ടെമ്പറേച്ചറും ക്ലൈമറ്റും ഇവിടത്തെ അറ്റ്മോസ്ഫിയറും മൊത്തത്തിൽ ചെകുത്താൻ അങ്ങോട്ട് തിരിക്കും. കാര്യം എന്തിനാണെന്നറിയാവോ? എൻ്റെ അകത്ത് കിടക്കുന്ന പഴയവനെ എഴുന്നേൽപ്പിക്കാം. ഇത് കാട്ടിലും നടന്നായിരുന്നു, ദാവീദിന്റെ അടുത്തും നടന്നായിരുന്നു. അവിടെ ചെകുത്താൻ കൊണ്ടുവന്നത് സിംഹത്തെയും കരടിയെയും പുലിയെയും പുള്ളിപ്പുലിയെയും പൂച്ചയൊക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിനെ ഡീല് ചെയ്ത ദാവീദ് എടുത്ത ഒരു നടപടി ഇവിടെ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരുടെ വായി വലിച്ചു കീറാനല്ല. മുഴുവൻ കേട്ടിട്ടേ പോകാവുള്ളൂ. ചിലർ പകുതി കേട്ടിട്ട് എഴുന്നേറ്റ് പോകും. കേട്ടാണ് അത് കരടിയും സിംഹവും ഒക്കെ ആയതുകൊണ്ട് വായി വലിച്ചു കീറി. പക്ഷെ വീട്ടിലുള്ളവരെ നമ്മൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. വീട്ടിലുള്ളവരെ ഞാനിത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാൻ, പാസ്റ്ററെ വീട്ടിലത്തെ അറ്റ്മോസ്ഫിയറാണ് പ്രശ്നം. ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞൊന്ന് വല്ല വിധേനയൊക്കെ ഒരു വിധമൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു വരും, അന്നേരം പുള്ളിക്കാരൻ എഴുന്നേറ്റ് വരുമെന്ന്. അപ്പൊ സ്തോത്രം, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവരെ നോക്കിയേ, ഞാൻ ഫ്രിഡ്ജിന്റെ കാര്യം തന്നെ പറയാം. നമ്മളിപ്പോൾ ഫ്രീസറിൽ വെക്കുന്ന ഫിഷ്, ചിക്കൻ, നമുക്ക് നല്ല ബോധമുണ്ട് ഈ സാധനം ഞാൻ ഇവിടെ ഫ്രിഡ്ജ് ഓൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം കേടായിപ്പോവും. അതിന് ഞാൻ എന്ത് ചെയ്യും? ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കും.
എന്നാൽ KSEBക്കാർ ലൈൻ വലിച്ചൂരിയാലോ? അപ്പം തെറ്റ് എൻ്റേതല്ല. ഞാൻ സെറ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു, ഞാൻ അതിനകത്ത് വെക്കേണ്ട പോലെ വെച്ചു, അടയ്ക്കേണ്ട പോലെ ആ ഫ്രീസർ ഡോർ അടച്ചു. പക്ഷേ സപ്ലൈ കട്ടായി. പകരം അതിനൊരു സംവിധാനം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഒരു ഇൻവേർട്ടറോ അല്ലെങ്കിൽ ഒരു ജനറേറ്ററോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ എനിക്കിത് കേടാകാതെ സൂക്ഷിക്കാം. ഇതെനിക്ക് അന്നേരം ലഭിക്കുന്ന ഒരു അവബോധമാണ്. ഇതുപോലെ തന്നെയാണ് നാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, നമുക്ക് വചനം അറിയാം, കാര്യം അറിയാം, നമുക്ക് നേരെ ശത്രു പ്രാർത്ഥിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വരുമെന്നറിയാം, എങ്ങനെയെങ്കിലും നമ്മുടെ തീരുമാനത്തെ തകർക്കാൻ വരുമെന്നറിയാം. പക്ഷേ ഇതിനെ പ്രതിരോധിക്കേണ്ട ആ ഒരു പ്രതിരോധ നടപടി എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല. കാരണം മുന്നിൽ വരുന്ന വ്യക്തിയെ എങ്ങനെ ഇമോഷണലി ഡീല് ചെയ്യാമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം എപ്പോഴും സാത്താൻ ഇമോഷണലിയെ നമ്മളെ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് വീട്ടിലുള്ളൊരു വ്യക്തി സംസാരിക്കുന്നതാണെങ്കിലും പുറത്തുള്ളൊരു വ്യക്തി സംസാരിക്കുന്നതാണെങ്കിലും. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. വീട്ടിലെല്ലാം പ്രാർത്ഥിച്ച് ബന്ധിച്ച് ഹോക്കെ ആക്കിയൊക്കെ വെച്ചതിന് സമയം നമ്മൾ ബൈക്കും എടുത്ത് പാല് മേടിക്കാൻ പോകുന്ന സമയത്ത് എതിരെ വരുന്ന ഒരുത്തനാണ് നിയമം തെറ്റിച്ച് വന്നിട്ട് നമ്മളെ ഇടിക്കുക ഇങ്ങോട്ട് വന്നേച്ച് അവൻ ചോദിക്കും, എന്തുവാടാ പൂച്ചേ, നിനക്ക് കണ്ണ് കാണാൻ പാടില്ലേ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞ് അവൻ നമ്മളെ ഇട്ട് ഇളക്കി വെച്ച് പോവും. പുള്ളിയോടം തിരിച്ച് വണ്ടി എടുത്ത് പുറകെ പോയിട്ട്, നീ അല്ലേടാ തെറ്റിച്ചത്, നീ അല്ലേടാ ഇപ്പോൾ റോങ് സൈഡിൽ കയറി വന്നത്, ഞാൻ പയ്യെ അല്ലേടാ വന്നത്, ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല. ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അവിടെ പിന്നടിയായി. മനസ്സിലായോ നിങ്ങൾക്ക്? അവിടെ പ്രാർത്ഥനയോടെ പോകുന്നവനെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. മര്യാദയ്ക്ക് അന്യഭാഷയും പറഞ്ഞ് കാറ് ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുത്തിനെതിരെ എങ്ങാനും കയറി, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത് എന്ന് നമ്മൾ ചാടും. നമ്മൾ അന്നേരം അന്യഭാഷയിൽ ഗ്ലോറി, രക്തം ജയം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അവൻ ഇങ്ങോട്ട് നിയമം തെറ്റിച്ചു എന്ന് നമ്മൾ ഉടനെ വേറൊരു വ്യക്തിത്വമായി വരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം തമാശ രൂപേണയാണെങ്കിലും ഇത് തമാശയല്ല. നമ്മിൽ തന്നെ വേറൊരു വ്യക്തിത്വം. ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് നമ്മുടെ സോളിൽ നിന്നാണ് വരുന്നത്. അന്നേരം നമ്മൾ ചെകുത്താൻ കയറിയെന്നൊന്നും നമ്മൾ പറയണ്ട. മനസ്സിലാക്കുക, നമ്മിൽ തന്നെ മറഞ്ഞിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വം ഇത് ഡീൽ ചെയ്യപ്പെടണം. ഇവിടെയാണ് പലരും വീണു പോകുന്നത്. അത് നമുക്ക് ആത്മാവില്ലാത്തോണ്ടല്ല, അഭിഷേകം ഇല്ലാത്തോണ്ടല്ല, തെരഞ്ഞെടുപ്പില്ലാത്തോണ്ടല്ല. അത് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ ബൈബിൾ പറയുന്നു. അത് നമ്മൾ ഗലാത്യർ പഠിച്ചാലും റോമർ പഠിച്ചാലും പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളിന്മേൽ പോരാടുന്ന ആ ദുഷ്ടശക്തി, നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നാണ് അവിടെ പറയുന്നത്. മരിപ്പിക്കുക. അത് താനേ സംഭവിക്കുന്ന ഒന്നല്ല. അത് പരിശുദ്ധാത്മാവ് ഒന്ന് ചെയ്യുന്നൊരു കാര്യമല്ല. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ നമുക്ക് ഗൈഡൻസ് തരും. ഞാനത് ചെയ്യണം. മരിപ്പിക്കുക. മരിക്കുക എന്ന് പറഞ്ഞാൽ പോരെ, കൊല്ലുക എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുക. അത് ചെയ്യേണ്ട ഒന്നാണ്. അതൊരു ട്രെയിനിങ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് ആത്മീയ ജീവിതം കൊണ്ടുപോകാൻ ഈസി അല്ല, പാടാം. ആത്മീയ ജീവിതം നമുക്ക് തെട്ടും മുട്ടും സ്ക്രാച്ചും കൂടാതെ കൊണ്ടുപോകാൻ പാടാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ചിലതിനെയൊക്കെ മരിപ്പിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതിനെ, വഴിയെ പോകുന്നതും കൂടെ നമുക്ക് നേരെ ചാടിക്കേറി വരുന്നതിനെയൊക്കെ നിങ്ങൾക്ക് ഡീല് ചെയ്യേണ്ടത് ഇമോഷണലി അല്ല. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു ചലഞ്ച് അനുഭവിക്കുന്ന, വീടിനകത്താണേലും പുറത്താണേലും ഓഫീസിലാണേലും അങ്ങനെ ഒരു ചലഞ്ച് അനുഭവിക്കുന്ന ഒരു വ്യക്തി, എപ്പോൾ ഫാസ്റ്റിംഗ് എടുത്താലും അന്നേരം വീട്ടിൽ പ്രശ്നം, എപ്പോൾ ശരിയായ രീതിയിൽ ഒന്ന് അല്പ പ്രാർത്ഥന കൂട്ടിയാൽ ഉടൻ ഓഫീസിൽ പ്രശ്നം, ഉടൻ സാമ്പത്തികമായി ചില സ്ട്രഗിൾസ്, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നം, അങ്ങനെ അനുഭവിക്കുന്ന ഒരു വ്യക്തി. നിങ്ങളിതിന് ഇമോഷണലി അല്ല ഡീൽ ചെയ്യേണ്ടത്. നിങ്ങൾ സ്പിരിച്വലിയാണ് ഡീൽ ചെയ്യേണ്ടത്. ഇതിനെ ഡീൽ ചെയ്യേണ്ടത്. വീട്ടിനകത്തുള്ളവരെ ആണെങ്കിലും പുറത്തുള്ളവരെ ആണെങ്കിലും, നമ്മുടെ സാമ്പത്തികത്തെ ആണെങ്കിലും നമ്മുടെ പ്രൊഫഷനെ ആണെങ്കിലും കൺട്രോൾ ചെയ്യുന്ന ഒരു ഈവിൾ യൂണിറ്റ് ഉണ്ട്, ഒരു ഈവിൾ ക്രൂ ഉണ്ട്, ഒരു ഡിമോണിക് റിലമുണ്ട്. അതിനെതിരെ നമുക്ക് ശക്തിയോടെ നമുക്ക് പടപൊരുതി നിൽക്കണമെന്നുണ്ടെങ്കിൽ നാം തുടങ്ങിയ സാധനം നമുക്ക് വേണം. എന്താ അത്? ആത്മാവിൻ്റെ ഫുൾ സ്ട്രക്ചർ ആയിരിക്കണം. ആത്മാവിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ കറക്റ്റ് ആയിരിക്കണം. ആത്മാവിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ കറക്റ്റ് ആയിരിക്കണം. അതർവൈസ് നമ്മൾ ഇതിനെ നേരെ ഡീൽ ചെയ്യുന്ന ഇമോഷണലി ആയിരിക്കും. എന്താടാ അപ്പോൾ ചോദിക്കും, നിനക്കെന്താടാ എന്ന് നമ്മൾ ചോദിക്കുകയുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും അവനെ കീഴ്പ്പെടുത്താനേ നോക്കുകയുള്ളൂ.
അവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. പക്ഷെ പ്രശ്നം നമുക്ക് നേരെ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് വരണം, അതാണ് സാത്താൻ്റെ ഉദ്ദേശം. മറ്റവൻ കീഴ്പ്പെടണം, നീ ജയിക്കണം, പക്ഷെ നീ ആജീവനാന്തകാലം തോൽക്കുന്നൊരു വ്യക്തിയായിരിക്കും. ഓ ഹല്ലേലൂയ. ഒരു കയ്യബദ്ധം, അല്ലെങ്കിൽ അന്നേരത്തെ ഒരു ഇമോഷനിൽ ചെയ്തു പോയത്, അന്നേരത്തെ ഒരു റിഫ്ലക്ഷനിൽ സംഭവിച്ചു പോയത്, പക്ഷേ നോക്കിക്കുക, ആജീവനാന്തകാലം നീ വരും. ഇങ്ങനെ തന്നെയാണ് സുഹൃത്തെ, നിന്നെ ആത്മീയമായി വീഴ്ത്താനും നിന്നെ ആത്മീയമായി മരവിപ്പിച്ചിടാനും നീ ആത്മീയമായി പരാജയപ്പെട്ടവനാണെന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ നിങ്ങളോട് പറയിക്കാനും വേണ്ടി സാത്താൻ ഒരുക്കുന്ന ട്രാപ്പ്. ഈ ട്രാപ്പിനെ നമ്മൾ ജയിച്ചിരിക്കും. ഈ ട്രാപ്പിനെ നമ്മൾ ജയിച്ചിരിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അത് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ലംഘനങ്ങളിലും പാപത്തിലും നിങ്ങൾ മരിച്ചവരായിരുന്നു, പക്ഷെ നിങ്ങളെ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉയർപ്പിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ, ഇത് ശാരീരിക മരണമല്ല, ഇത് ആത്മീയ പ്രവർത്തനമില്ലാത്തൊരവസ്ഥയാണ്. ഇതിനെ നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ സ്പിരിച്വലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. സ്പിരിച്വലി വർക്കൗട്ട് ചെയ്യണം. നിങ്ങളുടെ ഈ ആഴ്ചയിൽ ഒരിക്കലുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ വല്ലപ്പോഴുമുള്ള സ്പെഷ്യൽ മീറ്റിങ്ങിലെ പ്രാർത്ഥനകളും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമുള്ള ഉപവാസത്തിലൊന്നും നമുക്ക് ഈ കാര്യം ഡീൽ ചെയ്യാനൊക്കത്തില്ല. നമ്മളിത് കണ്ടിന്യൂസ്ലി, നമ്മളൊരു നിത്യാഭ്യാസി ആനയെ എടുക്കൂ എന്ന് പറയുന്ന പോലെ നിത്യവും നമ്മൾ അഭ്യസിക്കേണ്ട ഒന്നാണ് സ്പിരിച്വൽ എക്സസൈസ്. സ്പിരിച്വൽ എക്സസൈസ്. രണ്ടാമത്തെ കാര്യം, തീത്തോസിന്റെ ലേഖനം എങ്ങനെയാണ് നമ്മുടെ സ്പിരിച്വലിന്റെ. തീത്തോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പ്രാർത്ഥനയും പ്രീച്ചിങ്ങും എല്ലാം കാരണം ത്രോട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഒന്നാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധ. തീത്തോസിന്റെ ലേഖനം, ടൈറ്റസ് 1:15. ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. ആത്മാവിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ നഷ്ടപ്പെടുന്ന മറ്റൊരു രീതിയാണ് ചിത്തവും മനസാക്ഷിയും മലിനമായി തീരുന്നൊരവസ്ഥ. നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ പ്രസൻ്റ് ആണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ, നമ്മൾ റെഫറൻസ് എടുക്കുന്നതിൽ, നമ്മൾ വചനം വായിച്ചു കൊടുക്കുന്നതിൽ, നമ്മൾ വചനം എഴുതുന്നതിൽ, നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ ഫസ്റ്റ്, എല്ലാ കാര്യങ്ങൾക്കും ഫസ്റ്റ് ആണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മുടെ സ്പിരിറ്റ് കറക്റ്റായിട്ട്, ആക്യുറേറ്റ് ആയിട്ട് ദൈവരാജ്യവുമായി കണക്റ്റ് ആകണമെന്നില്ല. കാരണം അവരുടെ ചിത്തവും മനസാക്ഷി, ഈ സ്പിരിറ്റിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് പോയ സമയത്ത് ഭയങ്കര മിസ്സിങ് എന്ന് വെച്ചാൽ ഭയങ്കര മിസ്സിങ്. അപ്പോൾ നമുക്ക് മനസ്സെത്തുന്നിടത്ത് ബൈക്ക് എത്തണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ്. നിർബന്ധം എന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നല്ല, അങ്ങനെയാണ് ടൈം, അങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഒന്നും കളയാനില്ല, സമയം കളയാനില്ല. അപ്പോൾ ഭയങ്കര മിസ്സിങ്. അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയത്ത് 5-10 മിനിറ്റ് ലേറ്റ് ആവും. അന്നേരം ഒരിക്കൽ ഞാൻ ഇതിനെ കൊണ്ട് കാണിച്ച സമയത്ത് ഇതിൻ്റെ എല്ലാ പ്ലഗും മാറ്റാൻ പറഞ്ഞു. ഞാൻ മാറ്റി. അന്നേരം കുറച്ച് ദിവസം ഓക്കെ ആയിരുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും മിസ്സിങ് തുടങ്ങി. അന്നേരം കൊണ്ട് കാണിച്ചപ്പോൾ ഇത് ഒരു പ്രശ്നമില്ല, വണ്ടിക്കകത്ത് ഇന്ധനമുണ്ട്, ഓടാൻ 2 ടയറുണ്ട്, ടയറിനകത്ത് എയറുണ്ട്, ഓടിക്കാൻ ഞാനുണ്ട്, പക്ഷെ സാധനം വേണ്ടത്ര സ്പീഡിൽ പോണില്ല. അപ്പോൾ വണ്ടിക്കകത്ത് ഇന്ധനം ഉണ്ടെങ്കിൽ വണ്ടി ഓടത്തില്ല കേട്ടോ. 2 ടയറും ടയറിനകത്ത് എയർ ഉണ്ടെങ്കിലും വണ്ടി ഓടത്തില്ല കേട്ടോ. എഞ്ചിനുണ്ടെങ്കിലും വണ്ടി ഓടത്തില്ല. അതിനകത്ത് ഇത്രയും പോകുന്നൊരു കുറ്റിക്കകത്ത് ഇത്രയും പോകുന്നൊരു കരടിരുന്നതാണ് മിസ്സിങ്ങിൻ്റെ കാരണം. അതങ്ങോട്ട് ഇളക്കി കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത പോലെ നിങ്ങളുടെ ഈ നമ്മുടെ ഈ വയറില്ലേ, കറണ്ട് വലിക്കുന്ന വയറില്ലേ, അതിനകത്തുള്ളൊരു നാര് പോലിരിക്കുന്ന ചെമ്പിരിക്കുന്ന സാധനം കാണുമോ, കോപ്പർ, അതിൻ്റെ ഒരെണ്ണം എടുത്ത് എങ്ങനെ ആ സാധനം ഇട്ട് ഈ കിഴുത്തേക്കകത്ത് കുത്തിയ കരട് കളഞ്ഞ സമയത്ത് വണ്ടി ഓക്കെ ആയി. കാര്യം പിടികിട്ടിയോ നിങ്ങൾക്ക്? എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ നിങ്ങളുടെ വീട്ടിൽ ചായ ഇരിക്കുന്ന അരിപ്പുണ്ടെങ്കിൽ കാണാൻ പറ്റും. പഴയ അരിപ്പ്, ഇപ്പോഴത്തെ പുതിയ നെറ്റിൻ്റെ അല്ല, പഴയ ഒരു അരിപ്പുണ്ട്. അതിനകത്ത് സുഷിരം കാണാൻ പറ്റത്തില്ല, പക്ഷെ അതിനിടയിൽ കൂടി ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് കുലുകുലുകുലുകുലാന്ന് പറഞ്ഞ് ചായ പുറത്തോട്ട് വരും. അന്നേരം കൊത്തൊക്കെ മാറി നല്ല ചായ നമ്മൾ കുടിക്കാനും പറ്റും.
പക്ഷെ നിങ്ങൾ അതുപോലത്തെ നാരുപോലിരിക്കുന്ന ചെറിയ സുഷിരത്തിനകത്തിരുന്ന അതിനേക്കാൾ ചെറിയ ഒരു കരടാണ് എൻ്റെ വണ്ടിയെ മിസ്സാക്കിയത്. അന്യഭാഷയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളി പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റെല്ലാ സർവീസിലും ഞാൻ ഒന്നാമതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചർച്ച് കൊയറിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നല്ല വർഷിപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഭയങ്കരമായിട്ട് കോർഡിനേറ്ററാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നിലും ഒരു കാര്യമില്ല. ഇത്രയും പോകുന്ന കരട് എൻ്റെ ഇത്രയും വലിയ വണ്ടിയെ മിസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ചിത്തവും മനസ്സും മനസ്സാക്ഷിയും മലിനമായി തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇത്രയും വിലമതിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ പ്രവർത്തിച്ചോണം എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ആത്മാവ് സഫിഷ്യൻ്റ് ആയിരിക്കണമെങ്കിൽ, ആത്മാവ് ഫങ്ഷനലി അത് ആക്റ്റീവായിരിക്കണമെങ്കിൽ, ആത്മാവിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചർ ശക്തമായിരിക്കണമെങ്കിൽ ബൈബിൾ പറയുന്നു നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും ശുദ്ധമായിരിക്കണം. ദൈവത്തിൻ്റെ മക്കളെ, കഴിയുമെങ്കിൽ ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും അവനവനെ തന്നെ ഒന്ന് കുടഞ്ഞിട്ട് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. അന്നെന്നുള്ളത് അന്നന്ന് കഴുകിക്കളഞ്ഞാൽ, നമ്മൾ ഈ മലിനമായ ലോകത്താണ് ജീവിക്കുന്നത്, പക്ഷെ അന്നെന്നുള്ളത് മനഃപൂർവ്വമായി അന്നന്ന് ദൈവസന്നിധിയിൽ ശുദ്ധമുള്ള മനസ്സാക്ഷിക്കായി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് കഴുകിക്കളഞ്ഞാൽ നിന്റെ ആത്മാവിൻ്റെ ശക്തി പ്രവചനാതീതമായി ഉയരും. ഒരു മനുഷ്യൻ്റെ ആത്മാവ് നേരിട്ടല്ല തകരുന്നത്, പക്ഷേ അവൻ്റെ ആത്മാവിലേക്ക് വരുന്ന ദൈവിക പ്രവാഹം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. അവൻ്റെ ആത്മാവിലേക്ക് വരുന്ന ദൈവിക പ്രവാഹം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ജീവിത പ്രാരാബ്ധങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സമ്മർദ്ദങ്ങളിലൂടെ, ചില എതിർവാദങ്ങളിലൂടെ, ആരോപണങ്ങളിലൂടെ, മറുപടി പറഞ്ഞതിലൂടെ ദൈവാത്മാവിൻ്റെ പ്രവാഹം നിങ്ങളിലേക്ക് തടയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായി, നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്തൊരു നോവായി, മനസ്സിനകത്തൊരു കളങ്കമായി, ഒരു കറയായി, നിങ്ങൾക്ക് ഇതുവരെ മാറാതെ കിടക്കുന്ന ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അദൃശ്യമായ അതൊരു വല പോലെ, ഒരു ഫിൽട്ടർ പോലെ ദൈവാത്മാവിനെ നിങ്ങളിലേക്ക് കടന്നു വരാതെ വണ്ണം ആ പ്രവാഹത്തെ തടയുന്നുണ്ടെങ്കിൽ ഈ സമയം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ശാസിക്ക്, ദൈവാത്മാവിനൊരു ജയമെടുക്കുക. ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടാൽ അപകടത്തിൻ്റെ ആഘാതം വലുതായിരിക്കും. സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടാൽ, സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് കേൾക്കാൻ പറ്റാത്തത്, അറിയാൻ പറ്റാത്തത്. നമ്മൾ ചിലയിടത്തൊക്കെ ചെന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഭയങ്കര ഫയറായിരിക്കും ആര് പ്രസംഗിക്കുന്ന നമ്മൾ, പക്ഷേ ആ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന അവിടുത്തെ പാസ്റ്റർക്ക് പക്ഷെ ഭയങ്കര ചാർജായിരിക്കും. പക്ഷേ ആ സ്റ്റേജിൽ തന്നെ മാറിയും തിരിഞ്ഞും മറ്റ് ശുശ്രൂഷകളിലൊക്കെ ഇരിക്കുന്ന ചില യൗവനക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഓഡിയൻസിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സഭയിലേക്ക് ഇരിക്കുന്ന ഒരു 5-6 എണ്ണമൊക്കെ നല്ല ചാർജായിരിക്കും, ഭയങ്കര ആത്മീയ തീവ്രതയായിരിക്കും, താല്പര്യമായിരിക്കും. പക്ഷെ ബാക്കി എല്ലാവരും ഉറങ്ങി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, കോട്ടുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഒരു പ്രതികരണ മനോഭാവമില്ലാത്ത ആളായിരിക്കും. പക്ഷേ അവർക്ക് സംഭവിക്കുന്ന വലിയ ദോഷം എന്താന്ന് പറഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നതിന് ശേഷമേ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ ഉണ്ടാകത്തുള്ളൂ. സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ചിലർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തെറിച്ചങ്ങ് പോകും. ഞാനൊരു സഭയിൽ ചെന്ന്, ഇവിടെ ഞങ്ങളുടെ തന്നെ ട്രിവാൻഡ്രത്തുള്ളൊരു ചർച്ചയിൽ ചെന്ന് ഞാൻ നോർമലായിട്ട്, വളരെ നോർമലായിട്ട്, ഭയങ്കര തീ പോലെയൊന്നുമല്ല, ജസ്റ്റ് മെസ്സേജിന് ടൈം തന്നു, ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു പോയി, ഒരു വചനം വായിച്ച ആ വചനത്തിൽ നിന്നിങ്ങനെ എടുത്ത് സംസാരിച്ചുകൊണ്ട് നിന്നതും ഫ്രണ്ടിലിരുന്ന 2 പെമ്പിള്ളേർ 2 വഴിയിലേക്ക് തെറിച്ചങ്ങ് പോയി പുറകിലേക്ക്.
അപ്പം അന്നേരം അവിടെ ഇരിക്കുന്ന പാസ്റ്റർ തന്നെ ചിന്തിക്കുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പുറകെ ഇരിക്കുന്ന കുറേ ആൾക്കാർ എന്താ പറ്റിയ കസേര ഒടിഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്കൊന്നും പിടി കിട്ടുന്നില്ല. പക്ഷെ ആ പറഞ്ഞ വേർഡിനകത്ത് വ്യാപിച്ച് ഒരു ദൈവാത്മാവിനോട് ബന്ധം പുലർത്താൻ, അതിനെ സെൻസ് ചെയ്യാൻ, അത് ആ ഫ്രണ്ടിലിരുന്ന എനിക്കുള്ളതാണ് എന്ന് ആ കുഞ്ഞിന് മനസ്സിലാക്കി അത് പിടിച്ചെടുക്കാൻ അവളുടെ ആത്മാവ് സ്ട്രോങ് ആയിരുന്നു. ഉള്ളത് തുറന്ന് ഞാൻ പറയട്ടെ, അവിടെ ചെന്ന സമയത്ത് ഏറ്റവും അധികം ഉദാസീനതയോടെ ഇരിക്കുന്നു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ച പിള്ളേരായിരുന്നു ഈ 2 പിള്ളേർ. അവർ ജസ്റ്റ് ഇങ്ങനെ കാലാട്ടുന്നു, അവർ ജസ്റ്റ് ബൈബിളിൽ നോക്കുന്നു, പക്ഷെ അവർ കണക്റ്റഡ് ആയിരുന്നു ദൈവവുമായിട്ട്. ജസ്റ്റ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നതിലുപരി ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. പക്ഷേ അവരുടെ ഉള്ളം കണക്റ്റഡ് ആയിരുന്നു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ചിലരെ നമുക്ക് തോന്നത്തില്ല അവർ ആത്മീയമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്നോ അവർ സ്പിരിച്വലി ഭയങ്കര ആക്റ്റീവ് ആണെന്നോ തോന്നത്തില്ല. പക്ഷേ ഉള്ളം പകരുന്നതിലാ കാര്യം. ചിലർ തിരിച്ചുമാണ്, ഭയങ്കര ആക്റ്റീവായിരിക്കും പക്ഷെ അകം പൊള്ളയായിരിക്കും. ഇതൊക്കെ ആത്മീയ കാര്യങ്ങൾക്കകത്ത് ഇതൊക്കെ നമ്മളൊരു സ്പിരിച്വലി ഇതൊരു സ്പിരിച്വൽ വിസ്ഡമാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു വിവേചനവും കൂടെയാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ അതുപോലുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അവർ പ്രാർത്ഥനയിൽ കാണത്തില്ല. അവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനെന്ന് അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ അവരുടെ സ്പിരിറ്റ് ഭയങ്കരമായിട്ട് ദൈവമായിട്ട് കണക്റ്റ് ആയിരിക്കും. അവരുടെ സ്പിരിറ്റ് ഭയങ്കരമായിട്ട് വചനം, അവർ ചിലപ്പോൾ കരയും, നമ്മൾ കരയത്തില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഒരുപക്ഷെ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ. നമ്മൾ വചനം കേട്ടാൽ കരയാറില്ല, പക്ഷെ അവർ പ്രാർത്ഥിക്കാറ് പോലും കാണത്തില്ല, നിങ്ങൾ കാണക്കെ. പക്ഷെ അവർ വചനം കേട്ടാൽ കരയും. സ്പിരിച്വൽ സെൻസിറ്റീവിയുടെ മറ്റൊരു ഫേസ് ആണത്. സ്പിരിച്വലി സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ സെൻസർ ആക്റ്റീവ് ആണെന്നുള്ളതിൻ്റെ മറ്റൊരു ഫേസ് ആണത്. ഹന്ന ഏലി പുരോഹിതന്റെ ഉറക്കം കളയുന്ന പോലെ ഒച്ചത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ല പ്രാർത്ഥിക്കാൻ. പക്ഷെ അവളുടെ വാ മാത്രം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നു. കാര്യം എന്താ? അത് സ്പിരിറ്റിന്റെ വേറൊരു കണക്ഷൻ യൂണിറ്റ്. അത് സ്പിരിറ്റിന്റെ ഈ കണക്ഷൻ യൂണിറ്റ് വേണം നമ്മുടെ വീട്ടിൽ നമുക്കെതിരെ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ട് ചാടിക്കേറി വരുന്നവരോട് നമ്മൾ യൂസ് ചെയ്യുക. എന്താണെന്നറിയാമോ? ഇങ്ങനെ പറയരുത്. മമ്മ എന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നോടാ വായിക്കുമേലെ എന്ന് ചോദിക്കും. അങ്ങനെ പറയരുത്. അകം കൊണ്ട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്ന, അല്ലെങ്കിൽ ഈ വ്യക്തിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്ന ഇരുട്ടിൻ്റെ ആത്മാവേ മാറിപ്പോ എന്ന് പറയാനുള്ളൊരു ആർജവം വേണം. ഒരു സ്പിരിച്വൽ സെൻസിറ്റീവിൻ്റെ ഭാഗമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സമയം പോകുന്നു. പരിശീലനത്തിലൂടെ ബൈബിൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരെ. തഴക്കത്താൽ അഭ്യസിക്കുക. ചുമ്മാതെ പാസ്റ്റർ ഒന്ന് തലയിൽ കൈവച്ചാട്ടെ, തലയിൽ കൈവച്ചു, ശക്തി വന്നു, എല്ലാം ശരിയായി, ഇനി എനിക്ക് എൻ്റെ വഴി നടക്കൂല. അഭ്യാസമുണ്ട്, തഴക്കമുണ്ട്, കാത്തിരിപ്പുണ്ട്. ആത്മീയ ശക്തി എന്ന് പറയുന്നത് അത് ഇരുന്ന് പ്രാപിച്ച വ്യക്തി വന്ന് നേരെ തലയിലോട്ട് കൈവച്ച് 2 കുലുക്കുമ്പോൾ നിറയുന്ന സാധനമല്ല, നീ ഇരുന്ന് നിറയേണ്ട സാധനമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിടുതൽ ആത്മാവിൽ ഇരുന്ന് യുദ്ധം ചെയ്ത് പ്രാപിച്ച വ്യക്തി വന്ന് മാത്രം തലക്കിട്ട് കിഴിക്കിയാൽ ലഭിക്കുന്ന സാധനമല്ല, നിങ്ങൾ വില കൊടുക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞേ. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ. കണ്ണിലോട്ട് കൈവച്ച്. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ. തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ. നമ്മുടെ എല്ലാ അവയവങ്ങളും അങ്ങനെ ആയിരിക്കണം. സ്പിരിറ്റുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൈ വിട്ടു പോകുന്നേ. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം സ്പിരിറ്റുമായിട്ട് കണക്റ്റ് ആയിരുന്നാൽ, ഇതെല്ലാം നമ്മുടെ ആത്മാവുമായിട്ട് കണക്റ്റ് ആയിരുന്നാൽ നമുക്കിതിനെയൊക്കെ ജയിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സമയം കഴിഞ്ഞു. ഇതൊക്കെ പിന്നെ അങ്ങനെ ഓടിക്കാനും പറ്റാത്ത കാര്യമാണ്. ഈ ആദ്യത്തെ 3 ദിവസം ഒരു ക്ലൻസിങ് പ്രെയർ ആയതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റൂ. അപ്പം ആത്മീയ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടാൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാനൊക്കത്തില്ല. നമ്മൾ പാസ്റ്ററെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഇപ്പം കണ്ടിട്ടും കാര്യമില്ല. കണ്ടിട്ട് ഞാൻ ഇന്നത് കാണുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കണ്ട കാര്യത്തിന്മേലൊരു വിടുതൽ വേണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി നിങ്ങളുടെ സെൻസർ ആക്റ്റീവ് ആയിരിക്കണം. പ്രൈസ് ദ ലോർഡ്.
ഒരു വാക്കുകൂടെ പറഞ്ഞ് നമുക്കങ്ങ് നിർത്താം, സമയം ഒരുപാടായി. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം തന്നെ ഒന്ന് വന്നേ. തെസ്സലോനിക്കർക്ക് പൗലോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലേക്ക് ഒന്ന് വീണ്ടും വന്നാട്ടെ. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നോക്കി. ആത്മാവിനെ കെടുക്കരുത്. അപ്പോൾ ഇത് കെട്ടുപോകും. നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ഫിഷിൻ്റെയും മീറ്റിൻ്റെയും കാര്യം പറഞ്ഞ പോലെ കെട്ടുപോകും. ആത്മാവിൻ്റെ ഘടന നഷ്ടപ്പെടുന്നില്ല, കെട്ടുപോകും. ക്വെൻച്ച് നോട്ട് ദി സ്പിരിറ്റ്. അതിനെ നമ്മൾ ഡീആക്റ്റീവ് മോഡിലേക്ക് അത് പോകും. അതൊരു സൈലന്റ് മോഡിലേക്ക് പോകും. ഈ ആത്മാവ് തിരിച്ച് ദൈവം തന്നടുത്തേക്ക് തന്നെ കയറിപ്പോവും. അതിനുള്ള ജീവൻ അതിനുണ്ട്. പക്ഷേ എന്നിൽ അതിന് പ്രവർത്തിക്കാൻ ഈ യൂണിറ്റിനകത്താണ് ഈ സ്പിരിറ്റിനെ വെച്ചേക്കുന്നത്. പക്ഷെ ഈ യൂണിറ്റിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു 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 ശക്തി അതിനില്ല. അതെനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് എൻ്റെ ദൈനംദിന പ്രാർത്ഥനയിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ അനുദിനം ഞാൻ ഇതിനെ കണക്റ്റ് ആക്കി വെക്കണം. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇതിനെ സൂക്ഷിക്കണം. അതാണ് ആത്മാവിനെ കെടുക്കരുത്. ഇതെങ്ങനെ കെടുക്കാതിരിക്കാം? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. 17-ാമത്തെ വാക്യം ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 16-ാമത്തെ വാക്യം എപ്പോഴും സന്തോഷിപ്പീൻ. 15-ാമത്തെ വാക്യം ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ. ബലഹീനരെ താങ്ങുവീൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ഇങ്ങനെ കാണിച്ചാൽ എന്ത് നടക്കും ദീപ പാസ്റ്ററേ? ബൈബിൾ പറയുന്നു, ഞാനും പറയുന്നു, നിന്റെ ആത്മാവ് സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ സ്ട്രോങ് ആക്കി വെച്ചിട്ട് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഇത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ മനസ്സാക്ഷി വേറൊന്നും നമ്മുടെ ആത്മാവ് വേറൊന്നും ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സാക്ഷി വേറെ ഒന്നും നമ്മുടെ ആത്മാവും വേറെ ഒന്നും ആയിക്കഴിഞ്ഞാൽ, പിള്ളേരുടെ കയ്യിലിരിക്കുന്ന ടോയ് മൊബൈലിൽ ആപ്പിൾ ഫോണിൻ്റെ ക്യാമറ കൊണ്ട് വെച്ചതുപോലെ ഇരിക്കും. പിടികിട്ടിയോ? പിള്ളേരുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ട മൊബൈൽ, അതിൻ്റെ അകത്ത് ആപ്പിളിൻ്റെ ക്യാമറ മൊഡ്യൂൾ കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും മോനെ? ആ ആപ്പിളിൻ്റെ ക്യാമറ മൊഡ്യൂൾ ആപ്പിളിൻ്റെ ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ മൊബൈലിൻ്റെ പാനലിൽ കയറ്റിക്കഴിഞ്ഞാൽ അത് യൂസ്ഫുള്ളാണ്. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ കയ്യിരിക്കുന്ന കളിപ്പാട്ടത്തിനകത്ത് കൊണ്ട് ആ സാധനം വെച്ചാൽ ഇത് തന്നെയാണ് കാര്യം. നിങ്ങളുടെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര സാധ്യതയാണ്, അതോറിറ്റി ഉള്ളതാണ്. പക്ഷേ നമ്മളൊരു ടോയ് മോഡിലേക്ക് പോയാൽ, നമ്മളൊരു പ്ലേ മോഡിലേക്ക് പോയാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉപയോഗമില്ല. എന്നാൽ ഈ പറഞ്ഞ നിലയിൽ നമ്മുടെ ചിത്തം, മനസ്സാക്ഷി, പിന്നെ ആത്മാവ് എപ്പോഴും ചാർജ് ആയിരിക്കും. നമ്മുടെ സ്പിരിറ്റ് എപ്പോഴും ജോയ് ആണ് ആഗ്രഹിക്കുന്നത്. ആ സ്പിരിറ്റ് ജോയ് ആകുന്നത് നമ്മൾ മുകളിൽ വായിച്ച 15 മുതൽ 17 വരെ വായിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സ്പിരിറ്റ് ആ ജോയ് അറിയത്തുള്ളൂ, സന്തോഷിക്കത്തുള്ളൂ. ആത്മാവ് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ജഡ എപ്പോഴും അതിനെതിരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് എപ്പോഴും നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കും. ജഡം പറയും, വേണ്ട പോട്ടെ, വേറെ പണിയില്ല, പിന്നെ ആവട്ടെ, അടുത്ത മാസം ആട്ടെ പറയും, അല്ലെ അടുത്ത മീറ്റിങ്ങിനാട്ടെ പറയും. പക്ഷെ ആത്മാവ് പറയുന്നത് ഉടനെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം ഭയങ്കരമായിട്ട് ബ്ലെസ്സഡ് ആകും. തെറ്റായ ആത്മീയ ബന്ധങ്ങൾ നിങ്ങളുടെ സ്പിരിറ്റിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുത്തും. ഇതിനെന്താണ് പരിഹാരം? അല്ലെങ്കിൽ ആത്മാവിൽ അങ്ങനെ ആത്മാവ് മ്യൂട്ടായി പോയൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയ അവസ്ഥ തിരിച്ചെടുക്കാൻ, ഒന്ന് യോഹന്നാൻ 3:5 ജലസ്നാനം സ്വീകരിക്കുക. ജലസ്നാനം സ്വീകരിച്ചവരാണെങ്കിൽ ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്ത് പ്രാർത്ഥിക്കുക. യോഹന്നാൻ 3:5 ജലത്തിലും ആത്മാവിലും ജനിക്കുക. മനസ്സിൻ്റെ നവി, റോമർ 12:2 മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടുക. റോമർ 12:2. 3 യൂദായുടെ പുസ്തകം 20-ാമത്തെ അധ്യായം, അതിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 4-ാമത്തെ കാര്യം യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 58:6 ഉപവാസം. വെറും ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല, ഉപവാസം, ദൈവത്തോടു കൂടെ ഉള്ള വാസത്തിലൂടെ അത് ശരിയാക്കി എടുക്കുക. ഈ നിലയിൽ നിങ്ങളുടെ ആത്മീയ ഘടന നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ പണ്ടത്തെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അതിനേക്കാൾ വലിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യും. അതിനുള്ള ദൈവ സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്, നിങ്ങളിരിക്കുന്നിടത്തുണ്ട്, നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്തുണ്ട്. നിങ്ങളുടെ ലൈഫിനെ വേറൊരു ഡയമെൻഷനിലേക്ക് തിരിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. സോ അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപിക്കാനായി പോകുകയാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ അഭിഷേകം ചെയ്യും. കെടുത്തപ്പെട്ട ആത്മാവിനെ, മുറിവേൽക്കപ്പെട്ട പ്രാണനെ ഇന്ന് പരിശുദ്ധാത്മാവ് സന്ദർശിക്കും. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾ നിങ്ങളുടെ ആത്മാവിന്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പറ്റാത്ത പോലെ നിങ്ങളെ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ, ഇതിന്റെ റീസൺ എല്ലാം ഇൻവിസിബിൾ ആണ് പാസ്റ്റർ, എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താ അതിന്റെ കാരണമെന്ന് എന്ന് വേദനിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കളെങ്കിൽ, നിങ്ങൾ അറിയാത്ത കാര്യത്തെ നിങ്ങൾക്കറിയത്തില്ല എന്നറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആത്മീയ അനുഗ്രഹത്തിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് നിങ്ങളെ ഹോളി സ്പിരിറ്റ് ഇന്ന് കൊണ്ടുവരും. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ ഇടപെടൽ ഇന്നുണ്ടാകും. ചില വ്യക്തി ജീവിതങ്ങളിലേക്ക്, ചില ശരീരങ്ങളിലേക്ക് ഒരു തീമഴ പോലെ ദൈവ സാന്നിധ്യം പെയ്തിറങ്ങും. ഒരു തീമഴ പോലെ ദൈവ സാന്നിധ്യം പെയ്തിറങ്ങും. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ കഴിയുന്നവർ ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് ഹോണർ ചെയ്തേ. ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് ഹോണർ ചെയ്ത് പറയപ്പാ, എനിക്ക് ഈ മാസം എൻ്റെ ഈ സ്പിരിച്വൽ ലെവലിൽ എനിക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകണം. എനിക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ടോ എന്നുള്ളതല്ല, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയോ എന്നുള്ളതല്ല, എൻ്റെ വിഷയം അങ്ങയുടെ ആത്മാവുമായിട്ടുള്ള ഒരു റീഅലൈൻമെന്റ് ആണ്. യേശുവിൻ നാമത്തിൽ അതിന് എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമായി സംഭവിച്ചു പോയ എല്ലാ പിഴവുകളും ഞാൻ ഈ സമയം ഏറ്റുപറയുന്നു. ഞാൻ വായിച്ചതുപോലെ എൻ്റെ ചിത്തവും മനസ്സും മനസാക്ഷിയും മലിനമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് കഴുകൽ പ്രാപിക്കുവാൻ യേശുവിന്റെ രക്തത്തെ എൻ്റെ മേൽ ഒഴുക്കണമെന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നത്തെ ഈ മീറ്റിംഗിൽ സ്വർഗം തുറന്നിടും, സ്വർഗം പകർന്നു തരും. In the name of Jesus Christ, in the name of Jesus Christ, in the name of Jesus Christ. പ്രാർത്ഥിച്ചോ. കർത്താവേ, ഒന്ന് ശിരസിലോട്ട് കൈവെച്ച്, തലയിലോട്ടൊന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, ഇന്ന് പകൽ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണം. ഈ സമയം ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നുവരെ എന്റെ ശിരസിന് മുകളിൽ കർത്താവ് എന്നോട് പറയുന്നു, ശിരസിന്റെ മുകളിൽ നിൽക്കുന്ന ചില ശാപ വാക്കുകൾ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പൊട്ടുക. എന്റെ ശിരസിന്റെ മേൽ നിൽക്കുന്ന എല്ലാ ശാപ വാക്കുകൾ, എന്റെ ശിരസിന്റെ മേൽ നിൽക്കുന്ന എല്ലാ ആത്മാവിനെ കെടുത്തുന്ന ബാധകൾ, എന്റെ ശിരസിന്റെ മേൽ നിൽക്കുന്ന ശാപങ്ങൾ, എന്റെ ശിരസിന്റെ മേൽ നിൽക്കുന്ന ദൗർഭാഗ്യങ്ങൾ, എന്റെ ശിരസിന്റെ മേൽ നിൽക്കുന്ന തെറ്റായ ശക്തികൾ, എനർജികൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ ഞാൻ നിർവീര്യമാക്കും. The fire of the Holy Ghost. ഇത് പറയുമ്പോൾ തന്നെ തീമഴ ചിലരുടെ മേൽ പെയ്തു തുടങ്ങുന്നു. തീമഴ ചിലരുടെ മേൽ പെയ്തു തുടങ്ങുന്നു. തീമഴ ചിലരുടെ മേൽ പെയ്തു തുടങ്ങുന്നു. ഈ സമയം തന്നെ എല്ലാ തിന്മയുടെ ശക്തികളും അഴിഞ്ഞു തുടങ്ങട്ടെ. ഈ സമയം തന്നെ എല്ലാ ഇരുട്ടിന്റെ വാദങ്ങളും തകരട്ടെ. ഈ സമയം തന്നെ എല്ലാ wrong connections shall break now. നിനക്ക് സാത്താനുമായിട്ടുള്ളതാണോ മനുഷ്യരുമുള്ളതായിട്ടുള്ളതാണോ ഏത് തരത്തിലുള്ള ഈവിൾ കണക്ഷൻസും പൊട്ടിപ്പോകുന്നു. Come on, let's pray. Labro shantenere anteno komono boko sianderi. Waidal kamana gamaduni bidigadaga shamdal kamana. Waida mamadigal koriam daraga maduni bidiga shamdal. In the name of Jesus.
അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറട്ടെ, അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറട്ടെ. സ്പിരിറ്റ് അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറട്ടെ, സ്പിരിറ്റ് അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറട്ടെ. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്റെ ആത്മാവിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ ആത്മാവിനെ ഞാൻ ഉണർത്തുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ ആത്മാവിനെ ഞാൻ ഒരു അസെൻഷന് വേണ്ടി ഏൽപ്പിക്കുന്നു. ഓ, ഇത് പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ മേൽ നടക്കുന്നു, ഇത് പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ മേൽ നടക്കുന്നു, ഇത് പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ മേൽ നടക്കുന്നു. Come on. Spirit of God, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ ആടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ ആടിയനിതാ. ചേർന്ന് പാടിയേ. ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അങ്ങയുടെ മക്കളാകുന്നുവല്ലോ ഈ മുന്നിൽ നിൽക്കുന്നത്. ഈ മക്കളെ ഓരോരുത്തരെയും ഇവിടുത്തെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ആത്മാവിൻ്റെ സ്വാഭാവികതയെ, ഇവരുടെ ആത്മാവിൻ്റെ ആ പെർഫോമൻസിനെ, ഇവരുടെ ആത്മാവിൻ്റെ സെൻസിറ്റിവിറ്റിയെ നഷ്ടപ്പെടുത്തുന്നു. ഇവരുടെ ആത്മാവിൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചറിനെ തന്നെ നഷ്ടം വരുത്തുന്ന എല്ലാ മാനസിക യുദ്ധങ്ങളും, എല്ലാ സാത്താനിക യുദ്ധങ്ങളും, എല്ലാ ഇവരിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഇമോഷണൽ വാറും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. എല്ലാ അൺഗോഡ്ലി ആയിട്ടുള്ള സോൾ കണക്ഷൻസ് ആൻഡ് സോൾ ടൈസ്, ദൈവമേ, ഞങ്ങളുടെ ആത്മാവ്, ഞങ്ങളുടെ പ്രാണൻ, ഞങ്ങളുടെ ശരീരം വിട്ട് മാറട്ടെ. ഒരു ദൈവിക വിശുദ്ധീകരണം ഈ സമയം ഈ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ ഒരു വലിയ വർധനവ് ഇവർ ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ. ഇന്നു മുതൽ ഇവരുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ നടക്കുവാൻ യേശുവിന്റെ നാമത്തിലുള്ള അഭിഷേകം ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഓ ജീസസ് നെയിം. റസൽതോമായ ഖതമമമമമമയ സിയന്തേ റബസിയന്തോരോമോഷിയന്തനെറിഗർത്തനെ. ഇവരിൽ ആരൊക്കെ രോഗിയായിരിക്കുന്നു, രോഗാത്മാവ് ഇവരിൽ ആരെയൊക്കെ തൊട്ടിരിക്കുന്നു, മടുപ്പിന്റെ ആത്മാവ് ആരെയൊക്കെ തൊട്ടിരിക്കുന്നു, ക്ഷീണത്തിന്റെ ആത്മാവ് ആരെയൊക്കെ തൊട്ടിരിക്കുന്നു, തളർച്ചയുടെ ആത്മാവ് ആരെയൊക്കെ തൊട്ടിരിക്കുന്നു, അനർത്ഥത്തിന്റെ ആത്മാവ് ആരെയൊക്കെ തൊട്ടിരിക്കുന്നു, അവരെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഫ്രീ ആകട്ടെ. ഇപ്പോൾ തന്നെ ഒരു ഡെലിവറൻസ് പവർ ഇവരിലേക്ക് റിലീസ് ആകട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.